വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ മിനി ലെമൺ പൗണ്ട് കേക്കിൻ്റെ റെസിപ്പി കാണാം. ലെമൺ പൗണ്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം മൈദ എടുക്കാം. നമ്മളെടുക്കുന്ന 1.5 കപ്പ് മൈദയാണ്. എൻ്റെ ഇരിക്കുന്ന 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. 3 പ്രാവശ്യം എടുത്തു. അപ്പം 1.5 കപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 180 ഗ്രാംസ് മൈദ എടുത്തേക്കുന്നത്. മൈദയിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്ത ബോളിലേക്ക് നമ്മൾ മുട്ട സെപ്പറേറ്റ് ചെയ്തെടുക്കണം. വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തു. നമുക്ക് ആദ്യം വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് പതഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മളതിനകത്തേക്ക് പഞ്ചസാര ചേർക്കണം. ഗ്രാനുലേറ്റഡ് ഷുഗർ, സാധാരണ പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. നല്ല സ്റ്റിഫ് ആവുന്ന വരെ ബീറ്റ് ചെയ്യാം. നോക്കിയാൽ മുട്ടയുടെ വെള്ളം നല്ല സ്റ്റിഫായി നമ്മൾ കമത്തിയ വീഴാത്തൊരു പരുവം. ഈ സ്റ്റേജിൽ നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് വലിയൊരു ബോൾ എടുക്കാം. ഈ ബോളിലേക്ക് 130 ഗ്രാം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് ഗ്രാനുലേറ്റഡ് ഷുഗർ, ഞാൻ ഒരു 4 നാരങ്ങയാണ് യൂസ് ചെയ്യുന്നത്. നാരങ്ങയുടെ റൈൻഡ് അല്ലെങ്കിൽ സെസ്റ്റ് ഇതേപോലെ ചിരണ്ടിയിടുക. നാരങ്ങയുടെ ഫ്ലേവർ കിട്ടാനായിട്ടാണ്. അപ്പോൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ നാരങ്ങയുടെ വൈറ്റ് കളറിലുള്ള ഭാഗം വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് വീണ കയ്പ്പ് വരും. നമ്മൾ 4 നാരങ്ങയുടെ സെസ്റ്റ് എല്ലാം എടുത്തു. ഇനി ഇത് നന്നായിട്ട് എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നാരങ്ങയുടെ സെസ്റ്റ് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും നമ്മൾ കഴിക്കുമ്പോൾ. ഇതിലേക്ക് മുട്ട ചേർക്കാം. മുട്ടയുടെ ഉണ്ണി നമ്മൾ നാരങ്ങയുടെ തൊലി ചേർത്ത് അടിക്കുന്നതുകൊണ്ട് നല്ലൊരു മണമാണ് വരുന്നത്. നമ്മൾ നാരങ്ങയുടെ തൊലിയൊക്കെ ചേർത്ത് അടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ് മണമാണ്. ഇതിലേക്ക് തൈര് ചേർക്കണം. അരക്കപ്പ്, അത് കൂടാതെ 2 ടേബിൾ സ്പൂണും കൂടെ വേണം. തൈരിനൊപ്പം നമുക്ക് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത് വീണ്ടും ബീറ്റ് ചെയ്യുക. തൈര് ഇട്ട ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു 1 ടീസ്പൂൺ ഹീപ്ഡായിട്ട് 1 or 2 ടീസ്പൂൺ ഹീപ്ഡായിട്ട് മൈദ ചേർക്കുക. ഒരു കേർഡിൽ ടെക്സ്ചർ വരാതിരിക്കാനായിട്ടാണ്.
ഇതിലേക്ക് ലൈം ജ്യൂസ് ചേർക്കാം. ഒരു 3.5 ടേബിൾ സ്പൂൺ നാരങ്ങ. ഇതൊരു 3 നാരങ്ങയുടെ നീര എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിക്കണം. നമ്മൾ ലൈം ഇടുന്നതുകൊണ്ട് തന്നെ മുട്ടയുടെ ടേസ്റ്റ് ഒട്ടും ഉണ്ടാകത്തില്ല. എങ്കിലും ഒരു ടീസ്പൂണൊക്കെ വാനില എസൻസ് ഒഴിക്കാം. വീണ്ടും ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുമ്പം നമ്മൾ കുറച്ചും കൂടെ മൈദ ചേർക്കാം. പിന്നെ ഒരു കേർഡിൽ ടെക്സ്ചർ വന്നാൽ പോലും നിങ്ങൾ ഓർക്കുക, ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇടും. നല്ല മോയ്സ്റ്റ് കേക്ക് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ബീറ്റർ റിമൂവ് ചെയ്യാം. ഇനി എല്ലാം ഫോൾഡും ചെയ്താൽ മതി. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൈദയുടെ മിക്സ്ചറിൻ്റെ ഒരു 1/3 ഇടാം. നന്നായിട്ട് ഫോൾഡ് ചെയ്യുക. ബാക്കി 1/3 കൂടെ ചേർക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പുളിയുടെ ഒക്കെ ഇത് ആവശ്യത്തിന് ഇടാം. എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക, ബാറ്റർ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കൂടുതൽ ലെമണിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ കൂടുതൽ ജസ്റ്റ് ഇടാം. അതേപോലെ നാരങ്ങയുടെ പുളി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ലൈം ജ്യൂസ് ചേർക്കാം. ഇനി നമ്മുടെ എഗ് വൈറ്റിൻ്റെ ഹാഫിനകത്തേക്ക് ചേർക്കാം. വീണ്ടും ഫോൾഡും ചെയ്യുക. ബാക്കി മൈദയുടെ മിക്സ്ചർ ലാസ്റ്റ് പോർഷൻ. ബാക്കി എഗ് വൈറ്റും കൂടെ. പിന്നെ നമ്മൾ മിനി പൗണ്ട് കേക്ക്സ് ഉണ്ടാക്കുന്ന ഇതേപോലത്തെ ടിന്നിലാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്യാം. ഇത് നമ്മൾ നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതിന് പകരം മൈദ ഡസ്റ്റ് ചെയ്തിട്ട് ബാറ്റർ ഒഴിക്കാം. ഇത് നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്യാം. 180 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്തിട്ടേക്കാണ് 10 മിനിറ്റ്. ചൂടായ അവനിലേക്ക് വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ് സമയമെടുക്കും. നമ്മൾ നോക്കുന്ന ഒരു ബ്രൗണിങ് ആവണം. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരണം. അതുവരെ ബേക്ക് ചെയ്തെടുക്കുക. മിനി ലെമൺ പൗണ്ട് കേക്ക് എല്ലാം അവനിൽ നിന്ന് എടുത്തു. ഇനി ഇത് ഐസ് ചെയ്യണം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർക്കാം. നാരങ്ങാനീര് ഗ്രാജുവലി ചേർക്കുക. ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തു. ഇതിലേക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടെ ചേർക്കാം. ഒരു നുള്ളുപ്പ്. നമുക്ക് ഈ ഒരു തിക്നെസ്സാണ് വേണ്ടേ. ഓരോ കേക്കും ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് വെക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് കേക്കാണ്. ബട്ടർ പേപ്പർ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇളകി വരും. ഇപ്പോഴും കേക്ക് ചൂടാണ്. നമുക്കിത് ഐസ് ചെയ്തെടുക്കാം. നമ്മൾ കൊടുക്കുന്നത് ഗ്ലേസ് ഐസിങ് ആണ്. അതിന് പുറത്തേക്കൊന്ന് ഡ്രിസിൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ച് ഒഴിക്കാം, അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് കൂടെ വേണമെങ്കിലും ഒഴിക്കാം. സെറ്റ് ആകുന്നതിന് മുമ്പ് നടുക്ക് പിസ്റ്റാഷ്യൂസ് ഇടാം.
ഇതേപോലെ ബാക്കിയുള്ള എല്ലാ മിനി പൗണ്ട് കേക്കും റെഡിയാക്കി എടുക്കുക. നമ്മൾ കുറച്ച് നേരം വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഐസിങ് അങ്ങ് സെറ്റാവും, കയ്യിലൊട്ടാത്തൊരു വരും. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. മിനി ലെമൺ പൗണ്ട് കേക്ക് കാണാൻ നല്ല പ്രിറ്റി ക്യൂട്ട് കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ്, സൂപ്പർ സോഫ്റ്റ് കേക്കാണ് അകത്ത്. അതിൻ്റെ പുറത്തെ ലെയർ നല്ലൊരു പുളിയും മധുരവും എല്ലാം കൂടെ കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.